നമ്മുടെ മാസവായന ദിവസമാണ് കേട്ടോ. ഞാൻ രാവിലെ കുളിക്കാനൊക്കെ പോവാം. ഞാൻ സത്യം പറഞ്ഞാൽ അടിപൊളി ഉറക്കമായിരുന്നു. അമ്മ എന്നെ രാവിലെ 6 മണിയായപ്പോൾ വിളിച്ചപ്പോൾ അമ്മ 6:30 വരെ ഒന്ന് കിടന്നോട്ടെ അമ്മയത്. അപ്പോൾ അമ്മ വീട്ടിൽ അതാ കൂട്ടുമായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു, അയ്യോ കൊച്ചേ പഠിക്കാതെ തൂക്കട്ടെ, കിടക്കൊക്കെ കത്തിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ 6:30 എഴുന്നേറ്റ്. എന്നിട്ട് ഞാൻ അരിക്ക് തീ കത്തിച്ച് കൊടുത്തതേ ഉള്ളൂ. അല്ല ഒന്നും ചെയ്തില്ല. ഇനി പോയി കുളിച്ചിട്ടൊക്കെ വരാം. അമ്മയാണ് രാവിലെ എഴുന്നേറ്റ് കേട്ടോ. അമ്മ ഇപ്പം എല്ലാ ദിവസവും അമ്മ രാവിലെ ഒരു 5:30 മണി ആ സമയത്ത് എഴുന്നേക്കും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ മുറ്റമൊക്കെ തൂത്തുവാരിയിടും കേട്ടോ. അപ്പോൾ അരി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് തീ ഊതുവാണേ. മണിസാറാണെങ്കിൽ രാവിലെ ചാച്ചൻ്റെ കൂടെ, കാരണം ചാച്ചനെ ഉള്ളു ഇയാൾക്ക് എപ്പോഴും മീൻ കൊടുക്കുന്നത്. നമ്മളാരും അങ്ങനെ മീൻ കൊടുക്കത്തില്ല കേട്ടോ. മണീൻ്റെ മീനാണെങ്കിൽ ചാച്ചൻ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കും. ഇപ്പം മീൻ കഴിച്ചുകൂടുന്നല്ലേ, പക്ഷേ മണിയന് മീൻ കൊടുക്കുകയും വേണം, എന്നാൽ അവനൊന്നും പറ്റുകയും ചെയ്യരുത് എന്ന് വെച്ചിട്ടാട്ടോ ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പം ഗീതേമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഗീതേമ്മ രാവിലെ ഒരു 7:30 ആയപ്പം വന്നേ. ഗീതേമ്മ അല്ല കേട്ടോ നമ്മുടെ ഇവിടെ മാസവായനയ്ക്കുള്ളത്. ഗീതേമ്മ എപ്പം വന്നാലും പൊരിപ്പ് വാങ്ങിച്ചുകൊണ്ട് വരും കേട്ടോ. രാവിലെ കുളിച്ചു. ഭയങ്കര തണുപ്പാട്ടോ രാവിലെ കുളിക്കുന്നേ. അയ്യോ, പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്തേ, ഇപ്പൊ ജൂണ് ആ ടൈമാണല്ലോ, സ്കൂളിൽ പോകുന്ന സമയത്ത് ഒന്നെങ്കിൽ എന്നും ചൂടുവെള്ളം കാണും, ഇല്ലെങ്കിൽ ഭയങ്കര മഴയും തണുപ്പൊക്കെ ആണെങ്കിൽ കുളിക്കത്തില്ല കേട്ടോ. മേല് കഴുകത്തേ ഉള്ളൂ. ചിലപ്പോൾ തല കഴുകുന്ന ദിവസം ഒരു ഉണർവാ, ഇല്ലെങ്കിൽ ഇങ്ങനെ രാവിലെ ട്യൂഷനൊക്കെ പോയി ഇങ്ങനെ മയങ്ങിയിരിക്കും. നമുക്ക് ശരീരത്തൊരു ചൂട് തോന്നും. ഒരിടയ്ക്ക് എന്നും ചൂടുവെള്ളത്തിലുള്ള കുളിയായിരുന്നു. അപ്പോൾ അരി അടുപ്പത്തിട്ട് ഗീതേമ്മ വന്നിട്ടുണ്ട്. ഗീതേമ്മ എന്ന് വന്നാലും പലഹാരം എന്തെങ്കിലും കൊണ്ടുവരും. ഇന്ന് നെല്ലിക്ക. എടാ പോടാ ഇറങ്ങി. എന്തുവാടി? എന്തോ പറയുക. ഇന്നലെ അച്ഛൻ എങ്ങും വിട്ടില്ല. അപ്പുറത്തെ കൊച്ചുമുറി പിടിച്ച് പൂട്ടിയിട്ട്. രാത്രി സഞ്ചാരം ഇപ്പം ഇമ്മണി കൂടുന്നുണ്ട്, പ്രായം കൂടുന്തോറും. ഉറങ്ങാൻ പോവാട്ടോ. ഉടങ്ങിയോട്ടെ. എൻ്റെ തന്തി മോള സുന്ദന മോണാണോ? തകട് സ്വന്ന മോണ മോനാണോ? ബാബി മോനാണോ? എൻ്റെ ബാർബിയുടെ ചക്കര മോനായോണ്ടാ നോക്കുന്നു ഞാൻ എൻ്റെ ചക്കരൂനെ. മഴ വന്നും പോയി നിൽക്കും കേട്ടോ. പെട്ടെന്ന് ഭയങ്കര ഒരു മഴ വന്നേ. അപ്പോൾ വായനയും കാര്യങ്ങളൊക്കെ അവിടെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. 5 തിരിയിട്ട് വിളക്കൊക്കെ കത്തിച്ച് പാലും അതിൻ്റെ പുറകിൽ നെയ്വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ പേര് അമ്മ നടത്തുന്ന വായനയാണ്. ഇതെന്താ നനയ്ക്കുന്നതെന്ന് വെച്ചാൽ പുട്ടിന് നനയ്ക്കുക കേട്ടോ. ഈ ഭാഗം നനയ്ക്കാൻ നല്ല എളുപ്പമാണ്. ഞാൻ ഫസ്റ്റ് ടൈം ഇത് നനയ്ക്കുന്നത്. അങ്ങനെ വായനയും കാര്യങ്ങളൊക്കെ തുടങ്ങാറായി. ഒരു 8 മണിയാകുമ്പോഴത്തേക്കും വായന തുടങ്ങും. അപ്പോൾ ചാച്ചനോട് ഞാൻ ആകുമ്പോൾ തൊഴിലുറപ്പിന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ചാച്ചൻ കേൾക്കുന്നില്ല കേട്ടോ. തൊഴിലുറപ്പിന് പോകാനായിട്ട് തുടങ്ങുമോ? ഞാൻ പറഞ്ഞു മഴയാ, പനി പിടിക്കും, തൊഴിലുറപ്പിന് പോവണ്ട ചാച്ചാന്ന് പറഞ്ഞ് ചാച്ച അടങ്ങി വീട്ടിൽ ഇരിക്കത്തില്ല. അവിടെ പണിയൊന്നുമില്ല, കുറച്ച് നേരത്തെ പണിയേ ഉള്ളെന്ന് പറഞ്ഞ് ചാച്ചൻ പോവാട്ടോ. ഞാൻ എപ്പോഴും പറയും ചാച്ചന് വയ്യെങ്കിൽ പോവണ്ട. വയ്യെങ്കിൽ ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കത്തില്ല കേട്ടോ. ഇത് മണിയൻ്റെ പാത്രം കൊണ്ട് പോവാണ് കോഴിക്ക് തീറ്റ കൊടുക്കാനും വേണ്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിയലും സാമ്പാറും ഒക്കെ വെച്ച് അവിയലിനൊക്കെ അരിഞ്ഞ് സാമ്പാർ ഓൾറെഡി ആക്കി. ചാച്ചനാണേ ഞാൻ പറഞ്ഞു തന്നത് ഉള്ളുറപ്പിന് പോകണ്ടെന്ന്. നമ്മുടെ ആണെങ്കിലേ മഴ വീണ്ടും വന്നിട്ടുണ്ട്. മഴയൊന്ന് മാറിയെന്നാണ് വിചാരിച്ച്. ഒരു 2 ദിവസം വെയിൽ വന്നു, എങ്കിലും വൈകിട്ട് മഴ പെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരിടത്ത് അവിയലിനിരിക്കുന്നു, ഒരിടത്ത് സാമ്പാറിൻ്റെ കടുക് താളിക്കാനും വേണ്ടി വെച്ച് കേട്ടോ. സാമ്പാറും അവിയലും ഏകദേശം. ഇനി അമ്മേ എന്തോ പോന്ന വന്നങ്ങോട്ട് തേങ്ങ തരുമ അങ്ങ് പോവേ. സാമ്പാറിനും അവിയലിനും ഞാൻ വെച്ച് കേട്ടോ. അപ്പോൾ അത് രാവിലെ ആയി. അരി അടുപ്പത്തിട്ട് ഊറ്റി. പിന്നെ അവിടെ വായിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഗീതയമ്മ. ഇടയ്ക്ക് ഗീതയമ്മ വായിക്കും, പിന്നെ അമ്മ വരും, അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. വച്ചത് മുളക്. ഇതെൻ്റെ പാൻറ്റാട്ടോ, ഓൾഡ് പാൻറ്റൊക്കെയാണ് അമ്മയുടെ കഴിക്കല. ഓൾഡ് പാൻറ് എന്ന് പറഞ്ഞാൽ ചോട് കീറിയ പാൻറ്, അതൊക്കെ. ഞാനേ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് എനിക്കിതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീഡിയോ എടുക്കണം. സ്റ്റാൻഡ് ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി. ഒരു ബോളിക്കുട്ടി മഴയാ, കൊച്ചുറക്കമാ. നമ്മുടെ തോരൻ റെഡിയായിക്കൊണ്ടിരിക്കുവാണേ. അവിയൽ റെഡിയായി, സാമ്പാർ റെഡിയായി. ഇനി സലാഡൂടെ ഉണ്ടാക്കിയാൽ
മതി കേട്ടോ. കൃഷ്ണ രാമ ഹരേ നാരായണ ഹരേ കൃഷ്ണ രാമ ഹരേ നാരായണ ഹരേ വിഷ്ണുവംശോദ്ഭവ ഇന്നവൻ ബാന്ധവന്മാരുടെ പൗത്രനാം ഭാരത സങ്കരേ മാതൃഗർഭസ്ഥിതൻ വന്ന ബ്രഹ്മാസ്ത്രതേജ ശ്രീകൃഷ്ണനാൻ പാലിതൻ ഈശ്വര അധീനമെന്നോർത്തു വിശ്വം നൃപൻ വിശ്വസിച്ചു സദാ കൽപ്പനാംഭോരുഗം വിശ്വരക്ഷാവിദൗ വിഷ്ണുവെന്നിത്രന. ഏ രാജു, എടാ ഇങ്ങോട്ട് വന്നേ, നീ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് നോക്കേ. ഇന്ന് തൊഴിലുറപ്പിന് എന്തൊക്കെ ചെയ്ത്? ആ ആ ആ മേലുവേദന എങ്ങനുണ്ട്? പിന്നെന്തിനാ പണിക്ക് പോന്നേ? വൈകിട്ട് ആശുപത്രിയിൽ പോണ്ടേ? നല്ല മുളക് ചമ്മന്തി, ഇത് നമ്മുടെ മധുരക്കിഴങ്ങ് പുഴുക്കും. അപ്പം ഞാൻ ഇത്ര എടുത്തുള്ളേ, കാരണം ഞാൻ ആക്രാന്തം കൊണ്ട് അധികം എടുത്താൽ ചിലപ്പോൾ കളയും. ഈ മധുരവും പുളി എരിവും എല്ലാം കൂടെ ഒരു അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഞാൻ ഈ ചമ്മന്തി പുളി കുറച്ച് അധികം ഇടും, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചമ്മന്തി അത്. ഇതാട്ടോ വൈകിട്ട് കഴിക്കാൻ. മണിയനാണെങ്കിൽ ഭയങ്കര ഉറക്കാട്ടോ. അപ്പോൾ വായനയും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കഴിഞ്ഞ്. നമ്മുടെ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയാട്ടോ. എന്തിനെയോ പിടിച്ചിട്ട് അതിൻ്റെ അകത്ത് പോയി ഇരിക്കുക. അപ്പോൾ അമ്മയും ചാച്ചനും ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ടാറ്റാ.